പുതിയ വോട്ടർമാരെ പാട്ടിലാക്കാൻ ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്കുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സർവകലാശാലയിലും കോളേജുകളിലും ITIകളിലും മാത്രം കറങ്ങാൻ 3 ദിവസം പ്രത്യേകം മാറ്റിവെച്ചു. ET മുഹമ്മദ് ബഷീറും PV അൻവറും. വിദ്യാർത്ഥി സംഘടനകളാണ് ക്യാമ്പസ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഒരിടം കോളേജ് ക്യാമ്പസാണ്. പുതിയ വോട്ടിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ കണ്ണ്. സ്ഥാനാർത്ഥിയെ കോളേജ് ഗേറ്റിന്റെ മുമ്പിലെത്തിക്കുന്നത് വരെയുള്ളൂ മുതിർന്ന നേതാക്കളുടെ റോള്. പിന്നെ കുട്ടി നേതാക്കൾ ഏറ്റെടുക്കും. അധ്യാപകരെ കണ്ട് സ്റ്റാഫ് റൂമിലൂടെ കയറിയിറങ്ങി വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങുകയാണ് രീതി. കൈകൊടുത്തും കൈകൂപ്പിയും കൈവീശിയും വോട്ട് ചോദിക്കും സ്ഥാനാർത്ഥി. കുട്ടികൾ വളരെ ഇതിനു മുമ്പ് ഒരിക്കലില്ലാത്ത വിധത്തിലുള്ള ആവേശത്തോടുകൂടിയാണ് പുതിയ തലമുറ പ്രതികരിക്കുന്നത്. ഒരു കോളേജിൽ നിന്നുള്ള പ്രതികരണം കണ്ടെത്താൻ അറിയാം. അത് റിഫ്ലക്ഷൻ ഓഫ് ദി യൂത്താണ്. അനുവാദം കിട്ടിയാൽ ക്ലാസ് മുറികളിൽ കയറി വോട്ട് ചോദിക്കുന്നതും സ്ഥാനാർത്ഥികളുടെ രീതിയാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഞാൻ ആരാണെന്നും മുമ്പ് എന്തൊക്കെ ചെയ്തെന്നും ഇനി എന്തൊക്കെ വികസനങ്ങൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറയും. 3 വർഷമായി നിലമ്പൂർ MLA ആണ്. 460 കോടിയുടെ ഡെവലപ്മെന്റ് വർക്ക് നിലമ്പൂരിൽ നടക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. പൊന്നാനിയുടെ അവസ്ഥ എന്താ അതും നിങ്ങൾ നോക്കുക. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ വഴിയെ തന്നെ BJPയിലെ VT രമയും ക്യാമ്പസുകളിൽ ഓടിയെത്തുന്നുണ്ട്. വിഘ്നേഷ് പെരുവള്ളൂരിനൊപ്പം റാഹിസ് റഷീദ്, മീഡിയ 1, പൊന്നാനി.